വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഐഷ് അർജുൻ. സോ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോണ അർജുൻ ഏട്ടാ? നമ്മള് നമ്മുടെ പഴയ ഒരു സുഹൃത്തിൽ ഇപ്പോഴും സുഹൃത്ത് തന്നെയാണ്, പക്ഷെ ആളെ കണ്ടുകിട്ടിയിട്ട് കുറെ നാളായി. അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മുടെ മുന്നേ നമ്മൾ ബൈജൂസിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, ജീവൻ. നമ്മുടെ കൂടെ വർക്ക് ചെയ്ത ആളാണ്, കൊളീഗാണ്. സോ ആള് കാണാനായിട്ട് പോവാണ്. കുറെ വർഷമല്ലേ, എത്ര എനിക്ക് തോന്നുന്നു 2-3 വർഷമായിരുന്നു തോന്നുന്നു ആളെ കണ്ടിട്ടോ. 3 ആയിട്ടില്ല, ഞാനൊരു 1 year ബാക്ക് വരെ കണ്ടിട്ടുണ്ട്. For those who all doesn't know, we both were working at Byju's. ഞങ്ങൾ രണ്ടുപേരും ബൈജൂസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് we met there. നമ്മൾ അവിടെ വെച്ചാണ് കണ്ടുമുട്ടുന്നതും പിന്നെ fell in love and got married അല്ലേ? സോ അതൊക്കെ നമ്മൾ പിന്നെ ഒരു വ്ളോഗ് ആക്കി ഇടാം, അറിയാൻ ആഗ്രഹമുള്ളവർക്ക്. ശരി, ഇപ്പൊ നമ്മൾ അർജുനൻ പറഞ്ഞ പോലെ അർജുനന്റെയും എന്റെയും, ആക്ച്വലി അർജുനന്റെ ഫസ്റ്റ് ഫ്രണ്ട് ആണ്, മീൻസ് പിന്നെ എന്റെയും ഫ്രണ്ട് ആയി. അതെ, ജീവൻ എന്നാണ് പേര്, ജീവൻ ദാസ്. സോ ജീവൻ അറിയില്ല ഞങ്ങൾ വ്ളോഗ് ചെയ്യുന്നതും ജീവനെ നമ്മൾ ഈ വ്ളോഗിൽ കാണിക്കുന്നതൊന്നും. ജീവൻ ഹാസ് നോ. അവനെ കുറിച്ച് പറയാതിരിക്കുന്നത് നല്ല, കാരണം അവനെ കുറിച്ച് പറയണമെന്നൊരു പ്രത്യേക ഒരു വ്ളോഗിന്റെ അടുത്ത് സ്റ്റാർട്ട് ചെയ്തിടേണ്ടി വരും. അവനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. സോ ആള് കൊല്ലംകാരനാണ് കേട്ടോ. അതെ, കൊല്ലം കരുനാഗപ്പള്ളിയാണ്. യെസ്. അപ്പൊ ജീവനെ കാണാൻ വേണ്ടി നമ്മൾ പോവാണ്. ജീവൻ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ച് ശല്യം ചെയ്തോണ്ടിരിക്കുക. ലിറ്ററലി ഈസ് ഡിസ്റ്റർബിംഗ് us whenever he lands in കൊച്ചി. കൊച്ചിയിൽ എത്തുമ്പോ തന്നെ വിളിച്ചിട്ട് ആളുടെ സ്ഥലം കൊല്ലമായതുകൊണ്ട് ആളിപ്പോ വർക്കിന് ട്രിവാൻഡ്രാണ്. പക്ഷെ എന്തോ ആവശ്യത്തിന് കൊച്ചിയിൽ വരുമ്പോ കീപ്സ് ഓൺ കോളിംഗ് us. എന്നെ വിളിക്കും, അർജുനെ വിളിക്കും, കൊച്ചിയിലുണ്ട്, കാണാം, ഡിന്നർ കഴിക്കാം, അങ്ങനെയൊക്കെ. അപ്പൊ ഞങ്ങൾക്കും നല്ല ഇൻട്രസ്റ്റ് ആണ് ജീവനെ കാണാൻ, ടൈം സ്പെൻഡ് ചെയ്യാനും. ബട്ട് നമ്മൾ കുറെ തിരക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നില്ല പലവട്ടം. എനിക്കൊന്ന് കഴിഞ്ഞ മാസം മുതൽ കൊച്ചിയിൽ ഉണ്ടായിരുന്നു അവൻ. എന്നിട്ട് അവൻ വിളിക്കുന്നു, പക്ഷെ ഒരു സമയത്ത് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അവൻ ട്രിവാൻഡ്രത്തോട്ട് പോയി, അവിടെ നിന്ന് വിളിക്കും, അവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് വിളിക്കാറുണ്ട്, പിന്നെയും തിരിച്ച് കൊച്ചി വരുമ്പോൾ പിന്നെ ഇവിടെ നിന്ന് വിളിക്കാറുണ്ട്. പക്ഷെ ഒരു സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും കണ്ടിട്ടേ കാര്യമുള്ളൂ എന്നുള്ളൊരു കാര്യം തീരുമാനിച്ചു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ജീവനെ നമ്മൾ കാണുന്നു, കുറച്ച് അവന്റെ ചെലവും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ചിറ്റാറ്റും, പിന്നെ കുറച്ച് നമ്മള് ഡിന്നറും കാര്യങ്ങളും ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു നൈറ്റ് ഔട്ട് വിത്ത് അവർ ഫ്രണ്ട് ജീവൻ. അത്രേ ഉള്ളൂ ഈ വീഡിയോ. സോ അപ്പൊ എനിക്ക് തോന്നിയത് വ്ളോഗ് ചെയ്യാം, ഇതൊക്കെ ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാം, നിങ്ങൾക്കും കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ട്, അവിടുത്തെ റിവ്യൂ ഒക്കെ കാണിക്കാം അല്ലേ? യെസ്, അതൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ നമുക്കൊന്നും കാണിക്കാണ്ടാവില്ല, ജീവനെ മാത്രമേ. അതെ, സോ അത്രേ ഉള്ളൂ. സോ നമ്മളിനി സ്പോട്ടിൽ എത്തിയിട്ട് ജീവനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ കാണിക്കാം. സോ നമ്മളിപ്പോ മരട് ടു വൈറ്റില് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മരട് ഹൈവേ അല്ലേ? ഹൈവേ അല്ലേ? വൈറ്റിലെത്താറായി. അപ്പോൾ നമ്മൾ താമസിക്കുന്ന മരടിലാണ്, ഞാനും അർജുനും മരടിലെ ഫ്ലാറ്റിലാണ്. സോ നമ്മൾ ഇവിടുന്ന് ജീവനെ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൈക്കൂടം, കറക്റ്റ്? തൈക്കൂടം എത്തി. യെസ്, ഇവിടെ ഉണ്ട്, ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്. നേരെ ലൊക്കേഷൻ ഇട്ട് നേരെ അവന്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിന്നർ ജീവന്റെ കൂടെ ആക്കാന്ന് വെച്ചു. ആക്ച്വലി നമ്മൾ വീട്ടിലെല്ലാം കുക്ക് ചെയ്ത് ഫുഡൊക്കെ ഉണ്ട് ഡിന്നറിനുള്ളത്. ബട്ട് യെസ്, നമ്മൾ ഇന്ന് ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നോണ്ട് പുറത്തുനിന്ന് ആക്കാന്ന് വെച്ചു ഫുഡ്. ഫുഡെല്ലാം വേസ്റ്റ് ആവും. അതെ, വെച്ച ഫുഡെല്ലാം വേസ്റ്റ് ആവും. അതെ, അർജുനൻ തിന്ന് തീർത്തോളാന്ന് പറഞ്ഞു. സോ ജീവൻ ഇസ് ഹിയർ. ജീവ ഹായ് പറയൂ നമ്മുടെ വ്ളോഗില്. ഇതാണ് നമ്മൾ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്, ബൈജൂസിൽ വർക്ക് ചെയ്ത ഫ്രണ്ട് ജീവൻ. ജീവനെ പറ്റി നമ്മൾ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞു. ജീവന് ഐഡിയ ഇല്ല കേട്ടോ, ഞങ്ങളുടെ യൂട്യൂബിനെ പറ്റി ഞങ്ങൾ വ്ളോഗ് എടുക്കുന്നുണ്ടെന്നൊന്നും അറിയില്ല. സോ ജീവനെ തന്നെ സ്വന്തമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാക്കി. നമ്മൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ മുന്നേ തന്നിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും തന്നെ നമുക്ക് പറഞ്ഞു തരും ആരാണ് നീ. യെസ്, ജീവൻ എന്താ പറയാനുള്ളത്? നമ്മുടെ വ്യൂവേഴ്സിനോട് എന്താ പറയാനുള്ളത്? ആരാണ് നീ എന്ന് പറഞ്ഞു കൊടുക്കും. ഞാൻ ജീവൻ, എൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ, എന്താ? നമ്മുടെ ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്, നമ്മുടെ വ്യൂവേഴ്സിനോടൊക്കെ ഒന്ന് ഹായ് പറയൂ. ഹായ്. യെസ്, അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് എവിടെയാ? നമ്മള് ക്യൂൻസ്വെൽ ഒന്നേക്കാണ്. ജീവൻ ഇവിടെ ഇവനെ അറിയാം, കൊച്ചിയൊക്കെ അറിയാം, പക്ഷെ എന്നാലും ഒന്നും കൂടെ ആദ്യമായിട്ട് കൊച്ചി വെച്ച് കണ്ടതുകൊണ്ട് തന്നെ നമ്മൾ ക്യൂൻസ്വെല്ലോട്ട് വന്നു. ആൾക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ കുറച്ച് ഒരു ഫുഡ് സ്ട്രീറ്റ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും അറിയാലോ. അപ്പൊ അവിടെ വന്ന് കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം
പിന്നെ ഇവന്റെ ചെലവുണ്ട്, എവിടെയോ പോകുന്നെന്ന് പറഞ്ഞു അല്ലേ? അതെ അതെ. കൊച്ചിയില് ഉള്ള എല്ലാവരും വന്നിട്ടുള്ള സ്പോട്ട് ആയിരിക്കും ക്യൂൻസയുടെ. ഒരുപാട് ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. കാരണം തൊട്ടടുത്തടുത്തടുത്ത് തന്നെ ഇപ്പൊ മോമോസ്, ഫ്രഞ്ച് ഫ്രൈസ്, ചായ, ജ്യൂസ്, അങ്ങനെ എല്ലാം കിട്ടുന്ന പല പല ഫുഡ് സ്പോട്ട്സ് ഉണ്ട്. എല്ലാവർക്കും അറിയാനുള്ള കാര്യം ക്യൂൻസ് എന്താണെന്നുള്ള കാര്യം അവർക്ക് എല്ലാം അറിയാം. അപ്പൊ അതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ നമ്മൾ എന്താ കഴിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എനി പ്ലാൻസ് ഫോർ ടുഡേ? അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാം. അല്ല, ആള് ഭയങ്കര ഹൈജീനിക് ആയിട്ടുള്ള ആളാണ്. ഈ തട്ടുകട ജീവന OCD ഇഷ്യൂസ് ഉണ്ട്. ജീവൻ അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അല്ല, ക്ലീനിങ്ങിന്റെ ഭയങ്കര ഇതാണ്. പറഞ്ഞിട്ട് കുറച്ച് വൃത്തി കുറവുള്ള ആളാണ്. ഫുഡൊക്കെ കഴിക്കാൻ ചിലപ്പോ കൈയൊന്നും കഴുകിയെന്ന് വരില്ല പറഞ്ഞു. പക്ഷെ ജീവൻ അങ്ങനെയല്ല, കുറച്ച് OCD ഇഷ്യൂസ് ഉണ്ട്. OCD മീൻസ് ക്ലീനിങ് ഡിസോർഡർ. OCD അത് കോമൺ ഇഷ്യൂ ആണ് OCD. ബട്ട് കുഴപ്പമില്ല, വൃത്തി. ജീവനതിന് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആരാണ് ജീവൻ എന്നുള്ള കാര്യം. ചെറിയൊരു ഇൻട്രോ തന്നിട്ടുണ്ട്. ഇനി ജീവൻ തന്നെ പറയും ആരാണ് നീ. ജീവൻ എന്താ പറയാനുള്ളത്? എന്റെ സ്ഥലം കരുനാഗപ്പള്ളി. എന്റെ പേര് ജീവൻ എന്നാണ്. ഞാനിപ്പോ കൊച്ചിയിലാണ്. ഞാൻ അറിഞ്ഞില്ല ഇവർക്ക് ബ്ലോയിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇപ്പൊ വന്നു കയറിയപ്പോ ഒരു സർപ്രൈസ് ആയിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ കൂടെ നമ്മുടെ ട്രാവൽ സ്റ്റോറീസും കൂടെ സപ്പോർട്ട് ചെയ്തേക്കുക. ജീവൻ ട്രാവൽ സ്റ്റോറീസ്. ജീവന്റെ ട്രാവൽ സ്റ്റോറീസിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അത് കൊടുക്കാം. ജീവന്റെ ട്രാവൽ സ്റ്റോറീസിന്റെ ലിങ്ക് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ജീവൻ കുറെ വർഷമായിട്ട് നമ്മുടെ കൂടുതൽ ഫ്രണ്ടാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഹാങ് ഔട്ട് ചെയ്യാന്ന് വെച്ചു. ഇന്നത്തെ ഡിന്നർ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ചുമ്മാ ക്യൂൻസ്വേൽ ഇങ്ങനെ കൂടും. ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഉണ്ടായിരിക്കാം. അപ്പൊ ഞാൻ കാണിച്ചുതരാം നമ്മൾ എന്താണ് വാങ്ങുന്നത്, കഴിക്കുന്നതെന്നൊക്കെ. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത കേട്ടോ. നമ്മളെല്ലാവരും ഒരുമിച്ച്, ആദ്യം ഞാനും ഇവനും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്തു. അതിനുശേഷം പിന്നെ ഇവിടെ വന്നു. നമ്മളെല്ലാരും ഒരു ടീമിലായിരുന്നു. ഹരികൃഷ്ണൻ സാറിന്റെ ടീമിലാണ് വർക്ക് ചെയ്തത്. ഹരി സാർ ഇസ് വാച്ചിങ് ദിസ് വീഡിയോ. വി ഓൾ ലവ് യു സർ. നമ്മൾ എവിടെ വെച്ചാണ് കണ്ടുപിട്ടിയത്? ടെക്നോ പാർക്ക് വെച്ചാണ് നമ്മൾ മീറ്റ് ചെയ്തത്. നമ്മുടെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനും കൂട്ടുകാരിയാണ്. ഞങ്ങളുടെ റിലേഷൻഷിപ്പ് സമയത്ത് തൊട്ടേ ജീവൻ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നൗ ആഫ്റ്റർ മാരേജ് ഇപ്പോഴും ജീവൻ സിംഗിൾ ആണ്. ആൻഡ് ജീവൻ സിംഗിൾ. അതെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഇത് മാട്രിമോണി സൈറ്റ് അല്ല. പിന്നെ ജീവന്റെ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് വ്ളോഗ് ആയിട്ട് നമ്മൾ എടുക്കും. എന്താണ് ജീവന്റെ അപ്സ് ആൻഡ് ഡൗൺസ് എന്നുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ. നമ്മൾ എന്താ കഴിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം. ഓക്കെ. സോ ഞാനും അർജുനൊക്കെ സ്ഥിരം വരുന്ന ഒരു സ്പോട്ടാണ് താര കോഫി. താര കോഫി ഇവിടെ നമ്മുടെ ക്യൂൻസ്വേല് ഒരു വാനിൽ അവര് ചെയ്യുന്ന ഒരു പരിപാടിയാണ് താര കോഫി. ക്യൂൻസ്വേല് വന്നിട്ടുള്ള എനിക്കും തന്നെ മതി ഡോണറ്റ് മതി. ഇവിടെ നമ്മൾ ഡോണറ്റ്, അതുപോലെ ക്രോസിയൻറ്റ്, പിന്നെ ഹോട്ട് ചോക്ലേറ്റ്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങൾ സ്ഥിരം ഒരു സ്പോട്ടാണ്. ഞാനും അർജുനും വരാറുണ്ട്. അപ്പം ഞങ്ങൾ ജീവനും കൂടി ഉള്ളത് കൊണ്ട് ജസ്റ്റ് വന്നു എന്നേ ഉള്ളൂ. അപ്പം നമ്മളിപ്പോൾ ഡോണറ്റാണ് പറയുന്നത് അല്ലേ ജീവ? ജീവന് ഭയങ്കര ഒരു ഓക്വേർഡ് അല്ലേ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ? നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ നല്ല തിരക്കാണ് ഈ ഒരു സ്പോട്ടിൽ. നമ്മൾ എന്താ മറ്റേത് ക്രോസ് ചെയ്യണ്ടല്ലോ ചേട്ടാ? ഡോണറ്റാണ് പറഞ്ഞത്. നമ്മൾ ഡോണറ്റ് പറഞ്ഞത്. ഹോട്ട് ചോക്ലേറ്റ് പറഞ്ഞോ? ഡാർക്ക് ആണോ അതോ? ഡാർക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പൊ നല്ല രസമാണല്ലേ ഈ ഒരു സംഭവം. എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ഇതുപോലെ ഉണ്ടായിരിക്കും. ഇവിടെ നമുക്ക് കൊച്ചിയില് താര കോഫി എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊരു വാനില്. നല്ല തിരക്കുണ്ട്. ഒരുപാട് ആൾക്കാർ ചുറ്റുമുണ്ട്. നമ്മളിപ്പോ 2 ഡോണറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് ജീവന്, ഒന്ന് ഞാനും അർജുനും ഷെയർ ചെയ്യും. പിന്നെ ഹോട്ട് ചോക്ലേറ്റ് അല്ലേ? യെസ്. ഇപ്പം ഇവിടുത്തെ ഡോണറ്റൊക്കെ ട്രൈ ചെയ്യാത്തവർ പ്ലീസ് ഡു ട്രൈ. ഇറ്റ്സ് ടൂ ഗുഡ്, ടൂ യമ്മി. നല്ല ടേസ്റ്റാണ്. അർജുനന് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഏതാ? എനിക്ക് ഡോണറ്റ് ഇഷ്ടമാണ്, ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമാണ്. ഉറക്കെ പറ, കേക്കില്ല. ഡോണറ്റും ഹോട്ട് ചോക്ലേറ്റും ഇഷ്ടമാണ്. ഇവിടെ നല്ല സൗണ്ട് ആണ് കേട്ടോ. ഇവിടെ നല്ല ക്രൗഡും സൗണ്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉറക്കെ പറയാൻ പറഞ്ഞത്. ജീവൻ ഇവിടെ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യുന്നത് അല്ലേ? ക്യൂൻസിൽ വന്നിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. യെസ്. അപ്പൊ ഞങ്ങള് ഡോണറ്റും ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് ജസ്റ്റ് ചുമ്മാ ചില്ലിയാണ് ഇവിടെ. യെസ്. വിസിറ്റ് ചെയ്യാത്തവർ എന്തായാലും സ്പോട്ട് വിസിറ്റ് ചെയ്യാം കേട്ടോ. ക്യൂൻസ്വേ ടു ഗുഡ്. മീൻസ് ഈവനിങ് വാക്ക്, ജോഗ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, ജസ്റ്റ് ഫ്രണ്ട്സായിട്ട് വൈബ് ചെയ്ത് വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ സ്പോട്ടാണ്. വർത്ത് വിസിറ്റിംഗ്. അപ്പം നമ്മൾ ഇപ്പോൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തൊക്കെ ഇരുന്നിട്ട് ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്.
എവിടെ പോണ ചേട്ടാ ഫുഡ് കഴിക്കാനായിട്ട്? നമ്മൾ സുൽത്താനിലാണ് പോകുന്നത്. ഇത്ര നേരം ജസ്റ്റ് ചില്ലൊക്കെ ചെയ്ത് ഇങ്ങനെ ക്യൂൻസ് വേയിൽ ഇരുന്നിട്ട് നൗ വി ആർ ഹെഡിങ് ഫോർ ഡിന്നർ. നമ്മൾ എവിടെ പോണ ഡിന്നറിന്? ജീവൻദാസിന് അവന് അൽഫാം പെരി പെരി അൽഫാം കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എപ്പോഴും പോകുന്ന ഒരു സ്പോട്ടുണ്ട്. ജീവൻ അൽഫാം കഴിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മള് സ്ഥിരം പോകുന്നൊരു സ്പോട്ട് ഉണ്ട്, സുൽത്താൻ. അതെവിടെയാണ്? വൈറ്റിലാണോ? വൈറ്റില പാലത്തിന്റെ താഴായിട്ട് വരും, അവിടെ പോവാം. അങ്ങോട്ട് നമ്മൾ പോവാണ്. സുൽത്താൻ എന്റെ കറക്റ്റ് പേര് ഫുൾ നെയിം ഞാൻ മറന്നു കേട്ടോ. സുൽത്താൻ മറ്റൊന്നും അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞു കാണിക്കാം, സ്പോട്ട് കാണിക്കാം. ജീവൻ അവിടെ ഉണ്ട്, ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ സ്പോട്ട്. നമ്മുടെ ഇന്നത്തെ ഡിന്നർ സുൽത്താൻ ഗ്രിൽസ് ആൻഡ് റൈസ് റെസ്റ്റോറൻറ്റ്. എത്ര പേരിവിടെ വന്നിട്ടുണ്ടെന്ന് അറിയില്ല. ഞാനും അർജുനും മുന്നേ ഇവിടെ ട്രൈ ചെയ്തിട്ടുണ്ട്, പ്ലേറ്ററും അൽഫാം മന്തിയൊക്കെ. അപ്പോൾ ഇത് വൈറ്റിലല്ല അവരുടെ സ്ഥലം? കറക്റ്റ് അതെ, വൈറ്റില ബൈപ്പാസിന്റെ സർവീസ് റോഡിന്റെ അവിടെയായിട്ടാണ് വരുന്നത്. യെസ്, ഞാനും അർജുനും മന്തിയാണ് ഇവിടെ ട്രൈ ചെയ്തിട്ടുള്ളത്. അൽഫാം മന്തിയൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, പ്ലേറ്ററും ട്രൈ ചെയ്തിട്ടുണ്ട്. നമ്മളെന്താ ഓർഡർ ചെയ്തത് അർജുനാ? നമ്മളൊരു ടർക്കിഷ് പ്ലാറ്റർ നമ്മൾ ഓർഡർ ചെയ്തു. ടർക്കിഷ് ചിക്കൻ പ്ലാറ്റർ ഓർഡർ ചെയ്തു. 3 പേർ കഴിക്കാനുള്ളത്. പിന്നെ ഒരു ബീഫ് റിബ്സും, ചുട്ടെടുത്ത ബീഫ് റിബ്സ് ഓർഡർ ചെയ്തു. അത് ക്വാർട്ടർ പോർഷൻ. പിന്നെ കഴിക്കില്ല, ഞാനും ജീവനും കൂടെ. ജീവൻ ഇവിടെ ഉണ്ട്. ജീവനും അർജുനും ബീഫ്. ഞാൻ ബീഫ് കഴിക്കില്ല, ബീഫ് പോർക്കൊന്നും കഴിക്കില്ല, ഇതുവരെ കഴിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആകെ കൂടെ ക്ഷീണിച്ച് തളർന്ന്. അപ്പൊ ഞങ്ങള് ചിക്കൻ പ്ലേറ്റർ, ടർക്കിഷ് ചിക്കൻ പ്ലേറ്ററും പിന്നെ ബീഫ് റിബ്സ് അവർക്ക് ഓർഡർ ചെയ്തു. പിന്നെ ജ്യൂസാണ്. ജീവനൊരു ലൈം ജ്യൂസ്, ഞാനൊരു വാട്ടർമെലൺ. അർജുന് ഹീസ് ലൈക്ക് ഒരു മൗണ്ടെയിൻ ഡ്യൂ, കോള, പെപ്സി, ക്യാൻ, ഇതിനോടൊക്കെ കുറച്ച് വല്ലപ്പോഴല്ല, ഡെയിലി ഉണ്ട്. ഇന്നലെ രാത്രി 16 ക്യാനൊക്കെ, അതായത് ഏകദേശം ഒരു ക്യാൻ എന്ന് പറയുമ്പോഴത്തേക്ക് 200-250 വരുന്നത്. 16 ക്യാൻ എന്ന് പറയുന്നത് 2 ലിറ്ററോളം അടുപ്പിച്ച് അത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന്. ഇന്നലെ രാത്രി നമ്മൾ KFC കഴിച്ചു. അപ്പൊ അർജുന് KFC കഴിക്കുന്നതുകൊണ്ട് മൗണ്ടെയിൻ ഡ്യൂ ക്യാൻ വേണം. 2 ദിവസം മുന്നേ നമ്മൾ ട്രിവാൻഡ്രത്ത് വെച്ച് വിഴിഞ്ഞം ചിക്കൻ സ്പെഷ്യൽ, അപ്പോഴും ക്യാൻ വേണം. ഇന്നും ക്യാൻ എന്ന് ഉദ്ദേശിച്ച മറ്റേ മൗണ്ടെയിൻ ഡ്യൂവിന്റെ ക്യാൻ. ബട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് തീരെ നല്ലതല്ലാത്തൊരു കാര്യമാണ്. ആൽക്കഹോളിനേക്കാളും ഡേഞ്ചറസ് ആണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്, എസ്പെഷ്യലി കോള, പെപ്സി ഒക്കെ. എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഞാൻ പിന്നെ എത്ര പറഞ്ഞാലും നോ യൂസ്. സോ നമ്മുടെ ഫുഡ് വന്നതിന് ശേഷം കാണിച്ചു. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ, നല്ല സ്പോട്ടാണ്. മന്തി, ഇവിടുത്തെ മന്തി റൈസ് അടിപൊളിയാണ്, ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാനും അർജുൻ്റെ അനിയത്തി രുക്കു സൂര്യയുടെ വന്ന സമയത്ത് നമ്മൾ 4 പേരും കൂടി വന്നിട്ട് ഇവിടുത്തെ മന്തി റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവർക്കും എനിക്കായാലും ഇതുവരെ കഴിച്ചിട്ടുള്ള മന്തിയിൽ ഏറ്റവും ഇഷ്ടമുള്ള മന്തി റൈസാണ് ഇവിടുത്തെ. അടിപൊളിയാണ്. റൈസും മയോണൈസും മാത്രം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഴിക്കാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ അൽഫാമും കൊള്ളാം, മന്തി റൈസൊക്കെ അടിപൊളിയാണ്. അപ്പോൾ വന്നിട്ടില്ലാത്തവർ മന്തി റൈസൊക്കെ ഇഷ്ടമുള്ളവർ, മന്തിയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ളവർ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് സുൽത്താൻ വൈറ്റിലയിൽ. നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണല്ലേ? അതെ, പ്രത്യേകിച്ച് ഇതേപോലെ അറേബ്യൻ ഗ്രിൽസും ടർക്കിഷ് പ്ലേറ്റേഴ്സ് ഒക്കെ കഴിക്കാനായിട്ട് പറ്റിയൊരു സ്പോട്ടാണ്. അതെ, എനിക്കിഷ്ടമാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട് ഓൾറെഡി. എനിക്ക് കുറച്ച് റൈസ്. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം കഴിച്ച് തീർക്കട്ടെ. ഇത് ബീഫ് റിബ്സ് അല്ലേ? ദിസ് ഇസ് ബീഫ് റിബ്സ്. ഫുഡ് കഴിച്ച് മത്ത് പിടിച്ച് കിടക്കുന്ന അർജുൻ KP, ഫുഡ് കഴിച്ച് തളർന്നിരിക്കുന്ന ജീവൻദാസ്. യെസ്, ഞാൻ മാത്രമാണ് ഇങ്ങനെ എനർജറ്റിക് ആയിട്ടിരിക്കുന്നത്. നമുക്ക് ഇവിടെ സുൽത്താനിൽ ബില്ല് തരുന്നത്, ഫുഡിന്റെ ബില്ല് തരുന്ന ഒരു രീതി ഇങ്ങനെയാണ്. യെസ്, ഒരു വെറൈറ്റി മോഡലിലാണ് ബില്ല് തരുന്നത്. ഇങ്ങനെ ഐശ്വര്യയുടെ ചെലവ്.
പറയണം, അതുകൊണ്ട് ചേട്ടനെ കാണിക്കരുത് എന്ന് പറയാം. പിന്നെ കണ്ട് കണ്ണതല്ലി ഐശ്വര്യ അതുവഴി പോവുകയായി. സോ നമ്മള് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ജീവനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. വേറെ പ്ലാൻസ് ഒന്നും ഇല്ലല്ലോ. ജീവ എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡെല്ലാം അടിപൊളി. ഫുഡ് അടിപൊളിയായിരുന്നു. മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ് സുൽത്താൻ അറ്റ് വൈറ്റില. ഏതാ ഇഷ്ടപ്പെട്ടതാ? എനിക്ക് അൽഫാം, മന്തി മന്തി റൈസ്. റൈസ്. സോ അപ്പോൾ നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു ഡിന്നർ നൈറ്റാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തത്, വ്ളോഗ് ചെയ്തത്. സോ ഐ ഹോപ്പ് എവറി വൺ ഹാസ് എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ലൈക്ഡ് ഇറ്റ്. സോ താങ്ക് യു all for watching. Until next time, bye. Bye.